മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ കൂടിക്കാഴ്ച ഉടൻ മുംബൈ ലോക് ഭവനിലാകും കൂടിക്കാഴ്ച. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഇന്ത്യ ഫ്രാൻസ് ഇയർ ഓഫ് ഇന്നവേഷൻ ഇരു നേതാക്കളും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ചയ്ക്കാണ് ഇപ്പോൾ മുംബൈ ലോക് ഭവൻ സാക്ഷി ആകുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഏതെങ്കിലും പ്രധാനപ്പെട്ട കരാറുകളിൽ ഒപ്പുവെക്കാനുള്ള സാധ്യതയുണ്ടോ ജിഷ്ണു? അൽനബേർ, മുംബൈയിൽ ലോക് ഭവനിൽ ഇപ്പോൾ ഫ്രഞ്ച് ഒപ്പം ഭാരതം ഉഭയകക്ഷി ചർച്ച പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായുള്ള കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണ്. വിവിധ തലങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുന്നതിനുള്ള ചർച്ച. അതിലേറ്റവും പ്രധാനം പ്രതിരോധം തന്നെയാണ്. അടുത്തിടെ ഫ്രാൻസിൽ നിന്ന് 114 റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള തീരുമാനം കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം കൈക്കൊണ്ടിരുന്നു. ആ കരാറിന് പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകിയിരുന്നു. ഇക്കാര്യം പ്രധാനമന്ത്രിയും ഫ്രഞ്ച് പ്രസിഡന്റും തമ്മിലുള്ള ചർച്ചയിൽ തീർച്ചയായും വിഷയമാകും. കൂടാതെ പ്രതിരോധ മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ഊഷ്മളമാക്കുന്നതിനുള്ള ചർച്ചകൾ, ഒപ്പം വിദ്യാഭ്യാസം, ഊർജം തുടങ്ങിയിട്ടുള്ള മേഖലകളിലും ഭാരതവും ഫ്രാൻസും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും വിവിധ ലോക രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലോകരാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റും തമ്മിൽ ചർച്ച നടത്തും എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. നിലവിൽ മുംബൈയിൽ ലോക് ഭവനിൽ ഇരു ലോക നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണ്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം, ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം, ഒന്നുകിൽ പൊതുവായി മാധ്യമങ്ങളെ കാണുകയോ അതല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് മാധ്യമങ്ങളെ കണ്ട് എന്തെല്ലാം വിഷയങ്ങളിലാണ് ചർച്ച നടന്നത്, എന്തെല്ലാം തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്, റഫേൽ ഉൾപ്പെടെ പ്രതിരോധ മേഖലയിൽ എന്തെല്ലാം കരാറുകളിലേക്കാണ് ഭാരതവും ഫ്രാൻസും തമ്മിൽ പോകുന്നത് എന്ന് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ഒന്നുകിൽ വിദേശകാര്യ വക്താവിന്റെ ഭാഗത്തുനിന്നോ അതല്ലെങ്കിൽ ഈ ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടക്കുന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിലോ വിശദീകരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. വിവിധ ലോകരാജ്യങ്ങളുമായും വിവിധ ലോകരാജ്യ കൂട്ടായ്മകളുമായും വിവിധ തലത്തിലുള്ള ബന്ധം കൈവരിച്ചുകൊണ്ട് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായും US-ഉമായും ഭാരതം വ്യാപാര കരാറിൽ ഏർപ്പെട്ടു കഴിഞ്ഞു. കൂടാതെ അറബ് രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ചർച്ചകൾക്കുള്ള ടേംസ് ഓഫ് കണ്ടീഷൻ അടുത്തിടെയാണ് ഒപ്പുവെച്ചത്. അത്തരത്തിൽ എല്ലാ ലോകരാജ്യങ്ങളുമായി ഇന്ത്യക്ക് സമീപിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വീകാര്യമായിട്ടുള്ള എല്ലാ ലോകരാജ്യങ്ങളുമായി നല്ല ബന്ധവും വ്യാപാര ബന്ധവും ഊഷ്മളമാക്കിക്കൊണ്ട് മുൻപോട്ട് പോവുക എന്നുള്ളതാണ് മോദി സർക്കാരിന്റെ നയം. അതിലേറ്റവും നിർണായകമാണ് നിലവിൽ മഹാരാഷ്ട്രയിൽ മുംബൈയിൽ ലോക് ഭവനിൽ നടക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും തമ്മിലുള്ള കൂടിക്കാഴ്ച. അനിൽ നമ്പ്യാർ. നന്ദി ജിഷു. നരേന്ദ്രമോദി ഇമ്മാനുവൽ മാക്രോൺ കൂടിക്കാഴ്ച ഉടൻ മുംബൈ ലോക് ഭവനിൽ ആണ് കൂടിക്കാഴ്ച. ഭാരതവും ഫ്രാൻസും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഭാരതം ഫ്രാൻസ് ഇയർ ഓഫ് ഇന്നവേഷൻ ഇരു നേതാക്കളും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും.